സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം സർക്കാർ നാളെ നിയമസഭയിൽ സമർപ്പിക്കും. ധവളപത്രം സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. സമഗ്ര പരിഷ്കരണത്തിന് ഡോക്ടർ കെ.എം. ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെന്നാണ് സൂചന. കിഫ്ബിയിൽ സമൂല അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ധൂർത്ത്, വരുമാന ചോർച്ച, നികുതി പിരിവിലെ പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന തുക, ഇതിന്റെ ചെലവഴിക്കൽ രീതി, വകമാറ്റി ചെലവഴിക്കൽ അടക്കമുള്ള വിവരങ്ങളും ധവളപത്രത്തിലുണ്ടാകും. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു ധവളപത്രം എത്രയും വേഗം തന്നെ പുറത്തിറക്കുമെന്ന്. നാളെ ഈ ധവളപത്രം, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ധവളപത്രം സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ടും നൽകും. സമഗ്ര പരിഷ്കാരത്തിന് ഡോക്ടർ കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കിഫ്ബിയിലും സമൂലമായ അഴിച്ചുപണിക്കും സാധ്യതയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ധൂർത്ത്, വരുമാന ചോർച്ച, നികുതി പിരിവിലെ പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന തുക, ഇതിന്റെ ചെലവഴിക്കൽ രീതി, വകമാറ്റി ചെലവഴിക്കൽ അടക്കമുള്ള വിവരങ്ങളും ഈ ധവളപത്രത്തിൽ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഏതായാലും നാളെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ധവളപത്രം സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും.